വായിച്ച് പഠിക്കുക. എങ്ങനെ പറയാ ഹിന്ദിയിൽ? വായിച്ച് പഠിക്കുക. വായിക്കുക എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താ പറയുക? പഠന എന്നാ പറയുക. നമ്മളെ മലയാളത്തിലൊക്കെ പഠിക്കുക എന്നുള്ളതിന് ആ വാക്കല്ല ഹിന്ദി ഉപയോഗിക്കുക. പഠന, വായിക്കുക. ക്യാ പഠരേ, നിങ്ങൾ എന്താ പഠിക്കുന്നതെന്നല്ല, ക്യാ പഠരേ, നിങ്ങൾ എന്താണ് വായിക്കുന്നതെന്നാ. മേ ചിട്ടി പഠനഹാവും, ഞാൻ എഴുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. ഓക്കെ, അപ്പം എന്തായിരുന്നാലും നമ്മൾ പഠന എന്ന് പറഞ്ഞാൽ വായിക്കുക എന്നാണ്. അപ്പം പഠിക്കുക എന്നുള്ളതിന് സീഖന, സഹി സീഖന തോ ആപ്കോ എക്സാം മേ ജീത്ത ഹോക. അങ്ങനെ നല്ലോണം പഠിച്ചാലേ നിങ്ങൾ എന്താവുള്ളൂ, എക്സാമിൽ ജയിക്കുള്ളൂ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്? സീഖന, പഠിക്കുക, വായിക്കുക. അപ്പോൾ വായിക്കുക എന്നുള്ളതിന് പഠന പറഞ്ഞു, പഠിക്കുക എന്നുള്ളതിന് സീഖന പറഞ്ഞു. തെറ്റിപ്പോകും പലപ്പോഴും അത്. പഠിപ്പിക്കുക എന്നുള്ളത് സിഖാന. ക്യാ കാം കർ രഹേ? മേ അഭി ഹിന്ദി സിഖാ രഹാ ഹൂം, ആപ്കോ മേ ഹിന്ദി സിഖാ രഹാ ഹൂം. ഞാൻ നിങ്ങളെ ഹിന്ദി പഠിപ്പിക്കുകയാണ്. ഓക്കെ, പഠിക്കുക എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അടുത്തത് പിടിക്കുക. പക്കടന, സൈത്തറ പക്കടോ യാർ. പക്കടന, പിടിക്കുക. പക്കടന, പിടിക്കുക. നമ്മളൊരു സംഗതി പറയും പിടിക്കണം എന്ന് പറയും. അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുക എന്നുള്ളതിന് എന്താ ഹിന്ദി പറയുക? ഫേന. അച്ഛാ കപ്പട ഫേൻ കെ ജാനാ ഹേ, ഫേൻ ലിയാ ഹൂം. ഫേന എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ഫേന ധരിക്കുക. കപ്പട ഫേന ഹേ, ये देखो अच्छी, इन लोग अच्छा कपड़ा नहीं पहनते हैं, ഇവരൊന്നും നല്ല വസ്ത്രം ധരിക്കുന്നില്ല. അപ്പോൾ ശരിക്ക് വസ്ത്രം ധരിക്കുക എന്നതിന് ഫേന എന്നാ പറയാം. ഓക്കെ, ഫേൻ രഹാഹും, ഫേന. ഫേന എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കുക എന്നാ. ഓക്കെ, അപ്പോൾ നമുക്കൊരു വാക്കുകൂടി പഠിക്കാം. പാൽന. പാൽന എന്നാൽ വളർത്തുക എന്നാ. ഓ ബച്ചോं को सही खिदमत करके पाल रहा है, पाल रहा है. पालना, कैसे पालना है? ये देखो मैं ये कुत्ते को पालता हूँ. പാലന എന്ന് പറഞ്ഞാൽ വളർത്തുക എന്നാണ് അർത്ഥം. ഓക്കെ, ഇങ്ങനെ എപ്പോഴും ഉപയോഗിക്കേണ്ട ഇത്തരം വാക്കുകളെ പഠിക്കുവാൻ ഹിന്ദി യൂണി ഫോളോ ചെയ്യുക. ധന്യവാദം.